പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ഏകദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളി ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കും. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ജനത്തോടും ദൈവം പറയാനുള്ളത് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളതാണ്. വേറെ ആർക്കും പറയാൻ കഴിയാത്തതും കർത്താവിന് മാത്രം പറയാൻ കഴിയുന്നു അവകാശപ്പെട്ടതുമാണ് ഈ വചനം. പ്രൈസ് ലോർഡ്. സകല ജനത്തെയും സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും. നമുക്ക് ഇസ്രായേൽ ജനം കഴിഞ്ഞ 430 വർഷം ഇസ്രായേലിൽ അടിമകളായി കിടന്ന് കൊടിയ പീഡനത്തിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ, അവരുടെ നിലവിളി കേട്ട് അവരുടെ കണ്ണുനീർ കണ്ട് യഹോവയായ ദൈവം മോശയും അഹരോനെയും മിസ്രയീമിലേക്ക് അയക്കുകയും സാജനത്തെ പുറപ്പെടുവിച്ച് അവർ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലെത്തിയപ്പോൾ മോശയുടെയും അഹരോന്റെയും സഹോദരിയായ പ്രവാചികയായ മിരിയാം അടക്കമുള്ള തപ്പെടുത്ത് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 19 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ച കാണാൻ കഴിയും. അങ്ങനെ അവർ ചെങ്കടൽ കടക്കുകയും ഫറവോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ഫറവോനെ സൈന്യത്തിന് ചെങ്കടലിൽ മുക്കിയിട്ട വലിയ കാഴ്ച കണ്ടവർ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മാറയിലെ കയ്പും എലീമിലെ വിശ്രമവും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. എന്ന് പറഞ്ഞാൽ ചെങ്കടൽ കടന്ന ശേഷം അല്ലെങ്കിൽ മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിപ്പിച്ച് അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിലെത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു മരം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. ഇതാണ് ചരിത്ര പശ്ചാത്തലം. ആ നിയമമാണ് നമ്മൾ വായിച്ച വചനം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ള ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധികളും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് കർത്താവ് പറഞ്ഞത്. അപ്പം ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. അതിന്റെ വിധികളും ചട്ടങ്ങളും പ്രമാണങ്ങളും നമ്മൾ അനുസരിച്ച് ജീവിക്കണം. അല്ലെങ്കിൽ മാറയിലെ പിറുവിറുപ്പാണ് അവർക്ക് അത് പ്രശ്നമായി മാറിയത്. ദൈവം ഇസ്രായേലിനെ വഴി നടത്തി അതേ പാതയിൽ തന്നെയാണ് അവർക്ക് ഈ കയ്പിന്റെ അനുഭവം ഉണ്ടായത്. നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ അപ്പൊ മാറയിലെ കയ്പുള്ള വെള്ളത്തെ മധുരമാക്കിയ വൃക്ഷം ക്രിസ്തുവിന്റെ ക്രൂശിനെ ആണ് കാണിക്കുന്ന ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന കയ്പേറിയ അനുഭവങ്ങളെ, വേദനയുടെ അനുഭവങ്ങളെ, സങ്കടത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ നോക്കണം. പ്രൈസ് ലോർഡ്. ചിലര് ക്രൂശിനെ നോക്കണമെന്ന് പറയുന്നു. ക്രൂശിനെ നോക്കിയാൽ സൗഖ്യമില്ല. ക്രൂശിൽ മരിച്ച കർത്താവിനെ നോക്കുമ്പോഴാണ് സൗഖ്യം കേട്ടോ. ഹല്ലേലൂയ. കാരണം ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ക്രൂശാകുന്നു നല്ല വേദപുസ്തകം പറയുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതുകൊണ്ട് പലരും ക്രൂശിനെ നോക്കി പ്രാർത്ഥിക്കും. ക്രൂശിനെ ചെന്ന് രോഗത്തിന് വേണ്ടി സൗഖ്യത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഒരിക്കൽ പോലും അത് ലഭ്യമാകത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ, യേശുവിനെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിശ്ചയമായും കർത്താവ് പറഞ്ഞ് വാഗ്ദത്തം നിങ്ങൾക്ക് നിറവേറും. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ള ആ വചനത്തിന്റെ പേര് നിറവേറും. അല്ലേ? അപ്പൊ നമ്മൾ ക്രൂശിൽ കഥയാണ്. അപ്പൊ മാറിയിലെ കയ്പിന്റെ അനുഭവത്തെ ദൈവം അവിടെ വെച്ച് മധുരമാക്കി തീർത്തു. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിതത്തിൽ കയ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരുന്നാലും
കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ആശ്രയിച്ച് അവന്റെ വിധികളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം ശ്രദ്ധ വെച്ച് നീ അതിൽ നിന്നാൽ, നിന്റെ സകല വ്യാധികളെ നീക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. വിവിധ സ്ഥലങ്ങളിൽ ഭാരത്താൽ പ്രയാസത്താൽ രോഗത്തിന് അധീനമായ അനുഭവത്തിലൂടെ രോഗത്തിനടിമയായി കടന്നു പോകുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ നീ യേശുവിനെ നോക്കുന്നെങ്കിൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകല പ്രശ്നത്തിനും സൗഖ്യം തരുവാൻ യേശുവിന് കഴിയും. അല്ലേ? പക്ഷേ പാപം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട്, പാപത്തിൽ നാം വസിച്ചുകൊണ്ട്, പാപത്തിന് അധീനമായ ശരീരത്തിൽ വാസം ചെയ്തുകൊണ്ട്, ഈ പാപം ഈ കൂടാരത്തിൽ വസിക്കുമെന്ന് ഈ അനുവാദം കൊടുത്തുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി നിലവിളിച്ച ഒരുപക്ഷെ സൗഖ്യം കിട്ടണമെന്നില്ല. അല്ലേ? പാപത്തെ ഏറ്റു പറഞ്ഞു വരുന്നവർക്കാണ് സൗഖ്യം എന്ന് പറയുന്നത്. അല്ലേ? ഇപ്പം കർത്താവ് നമ്മുടെ സൗഖ്യദായകനാണ്. അല്ലേ? എന്നെ കേൾക്കുന്ന പരിശ്രമം, കർത്താവ് നിങ്ങളുടെ സൗഖ്യദായകനാണ്. നിങ്ങളുടെ സകല വ്യാധികളെയും അവന് സൗഖ്യമാക്കാൻ കഴിയും. അല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? നിന്റെ സകല വ്യാധിയെ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു മാത്രമാകട്ടോ. രക്തം ചെയ്യും. അല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയുകയാണ്, നമ്മുടെ വ്യാധികളെ അവൻ ക്രൂശിൽ ചുമന്നിരിക്കുന്നു, നമ്മെ സൗഖ്യമാക്കുന്നു, അതിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. അല്ലേലൂയ. അപ്പം നമുക്ക് അല്ലേലൂയ സൗഖ്യമാക്കുന്ന കരം നമ്മുടെ കർത്താവാണ്. അല്ലേലൂയ. നമുക്കറിയാം, മിരിയാമിനൊരു വ്യാധി നേരിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ വയ്ക്കുമ്പോൾ മിരിയാമിന് ഒരു വ്യാധി എന്ന് പറഞ്ഞാൽ മഹാവ്യാധി, ഒരു കുഷ്ഠമാണ് നേരിട്ട്. അല്ലേലൂയ. ഇതൊരു സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകത്തിൽ അല്ലേലൂയ 12-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു, മേഘവും കൂടാരത്തിൽ നിന്ന് നീങ്ങിപ്പോയി, മിരിയാം ഹിമം പോലെ വെളുത്തു, കുഷ്ഠരോഗിണിയായി. അല്ലേലൂയ. അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു. അല്ലേലൂയ. കണ്ടോ? നിസ്സാര നേരങ്ങൾ കൊണ്ട് മോശയുടെ പെങ്ങളായിരിക്കുന്ന, അഹരോന്റെ പെങ്ങളായിരിക്കുന്ന മിരിയാമിനെ കുഷ്ഠം പിടിച്ചു. എന്തുകൊണ്ടാണ് കുഷ്ഠം പിടിച്ചത്? ആ കുഷ്ഠം പിടിക്കാനുള്ള കാരണം നമ്മൾ പുറപ്പാട് പുസ്തകം, അല്ലെങ്കിൽ സംഖ്യാപുസ്തകം അല്ലേലൂയ 12-ാം അധ്യായം നമ്മൾ വായിക്കുക കാണാൻ കഴിയും. വായിച്ചു പോകാം. അല്ലേലൂയ. മോശ ഒരു ക്രൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തത് കൊണ്ട് ആ ക്രൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമിനും അഹരോനും അവന് വിരോധമായി അവൻ സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളുവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ട്, മോശ എന്ന പുരുഷന് ഭൂതലത്തിലുള്ള സകല മനുഷ്യ അതിസൗമ്യം നല്ല സാക്ഷ്യമുള്ളവനാണ്. അല്ലേ? ആ മോശയ്ക്ക് നേരെ മിരിയാമും കൂട്ടരും പിറുപിറുക്കുന്നത് കണ്ട് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നെന്നുള്ളതാണ്. അല്ലേ? ആ കോപമാണ് മിരിയാം മഹാകുഷ്ഠരോഗിയായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി, പിതാവേ, ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി നീ പിറുപിറുത്താൽ, അല്ലേലൂയ, ദൈവം നിന്നെ ശിക്ഷിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാകട്ടോ. അല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മിരിയാമിനൊരു വ്യാധി നേരിട്ട് കുഷ്ഠരോഗമായിരുന്നു. ആ വ്യാധി അവൾ ദൈവദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ കർത്താവിന്റെ ശാപമാകുന്ന വ്യാധി അവളുടെ മേൽ പതിഞ്ഞു. ഇന്നും നിങ്ങൾ ചിന്തിക്കണം, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷക്തന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ, ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി, ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി നിങ്ങൾ പിറുപിറുക്കുകയും നിങ്ങൾ വിമർശിക്കുകയും നിങ്ങൾ അവർക്കെതിരെ നിൽക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ശാപമാകുന്ന കുഷ്ഠം പോലെയുള്ള വ്യാധി മിരിയാമിനെ പിടിച്ചതുപോലെ നിങ്ങളുടെ പേരും ആ വ്യാധി വരും. ഇന്നത്തെ പലരുടെയും വ്യാധി എന്താണ്? അല്ലേലൂയ. ഈ കുഷ്ഠം വരാൻ, ഈ രോഗം, മഹാവ്യാധി വരാൻ കാരണം ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും നേരെയുള്ള പിറുപിറുപ്പാണ്. ആ പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് നേരെ പിറുപിറുത്തു എന്ന് പറയുന്നത് ദൈവത്തോട് പിറുപിറുക്കുന്നത് പോലെ. മോശ ദൈവം തെരഞ്ഞെടുത്തതാണ്. അപ്പം ദൈവം തെരഞ്ഞെടുത്ത അഭിഷക്തന്മാർക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടി സംസാരിക്കരുത്. അല്ലേലൂയ. അത് നിനക്ക് ശാപമായി മാറും, മഹാവ്യാധിയായി മാറും. അല്ലേലൂയ. അങ്ങനെ അല്ലേലൂയ സ്തോത്രം. മിരിയാം കുഷ്ഠരോഗിയായി മാറിയത് അല്ലേലൂയ. ആമേൻ സ്തോത്രം. വലിയ അഹരോൻ കണ്ടു. അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ വെക്കരുതേ. അങ്ങയുടെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ
മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാവിളെ പോലെ ഇവൾ ആകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. യഹോവ മോശയോട് അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം, പിന്നത്തേതിൽ അവളെ ചേർത്തുകൊള്ള ഇത് കൽപ്പിച്ചു. ലേറിയ ഇങ്ങനെ മിരിയാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചത് വരെ അവൾ ജനയാത്ര ചെയ്യാതിരുന്നു. സ്തോത്രം. അതിന്റെ ശേഷം ജനം ഹസരേത്തിൽ നിന്ന് പുറപ്പെട്ടു വരാൻമേൽ ഭൂമിയിൽ വന്ന് പാർത്തു. അപ്പൊ നമ്മളോട് വായിക്കുന്നത്, മോശയ്ക്ക് നേരെ പിറുപിറുത്ത് കഴിഞ്ഞപ്പോൾ മോശയുടെ ജ്യേഷ്ഠനായിരിക്കുന്ന അഹരോൻ പുരോഹിതനാണെങ്കിലും അഹരോന് മിരിയാമിന്റെ കുഷ്ഠത്തെ സൗഖ്യമാക്കാൻ കഴിയുന്നില്ല. ഏത് ദൈവദാസന് നേരെയാണോ മിരിയാം ശബ്ദം ഉയർത്തിയത്, പിറുപിറുത്തത്, അതേ ദൈവദാസന്റെ അരികിൽ തന്നെ കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവൾക്ക് സൗഖ്യം കിട്ടുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങൾ ഈ ലോകത്തിൽ അനവധി ദൈവത്തിന്റെ ദാസന്മാർക്ക്, ദൈവമക്കൾക്ക് വിരോധമായി, ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി സ്തോത്രം നീ പിറുപിറുക്കുകയും നീ അവർക്കെതിരെ ദോഷം ചിന്തിക്കുകയും അവർക്കെതിരെ കയ്യും കാലും എടുത്ത് പ്രയോഗിക്കുകയും അവർക്കെതിരെ അപമാന വാക്കുകൾ പറഞ്ഞ് നീ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മിരിയാമിന് പിടിച്ചതുപോലെയുള്ള മഹാവ്യാധി നിന്റെ പേര് വരും. എന്നിട്ട് നീ ഉപവസിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ പ്രവാചകനെ വിളിച്ചത് കൊണ്ടോ ഏതെന്നെ ഹോസ്പിറ്റലിൽ പോയതോ നിന്റെ മഹാവ്യാധി മാറണമെന്നില്ല. ആരെയാണ് നീ ശപിച്ചത്, ആർക്ക് നേരെയാണ് പിറുപിറുത്തത്, ആർക്ക് നേരെയാണ് നീ ദോഷം ചിന്തിച്ചതെങ്കിൽ ആ വ്യക്തിയെ തന്നെ വിളിച്ച് ആ വ്യക്തിയോട് തന്നെ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ, ആ വ്യക്തിയോട് തന്നെ നീ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി നിനക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിനക്ക് സൗഖ്യം. ഇവിടെ മോശയുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചത്. മോശയുടെ ഒരിക്കലൂടെ വന്നു, അയ്യോ യജമാനൻ, ഞങ്ങൾ നിന്നോട് പോഷത്വം ചെയ്തു പോയി. അമ്മയുടെ ഗർഭത്തിൽ വെച്ച ചാവുള്ള പകുതി അഴുകിയതുപോലെ ഇവൾ ആകരുത്, ഇവൾക്ക് സൗഖ്യം കൊടുക്കണം. അതെ, എന്നാലും 7 ദിവസം പാളയത്തിന് പുറത്ത് കടക്കേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ ദൈവത്തിന് വിരോധമായി സംസാരിക്കരുത്, ദൈവത്തിന്റെ ദാസിദാസന്മാർക്ക് വിരോധമായി സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവളുടെ ശാപമാകുന്ന കർത്താവിന്റെ ശാപമാകുന്ന വ്യാധി അവളുടെ മേൽ വന്നു പതിഞ്ഞു. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതായത് കർത്താവിന്റെ ദാസന്മാരെ കുറിച്ച് കുറ്റം പറയുന്നതിൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് കുറ്റം പറയുന്നതിനകത്ത് വളരെ ജാഗ്രത ഉണ്ടായിരിക്കണം കേട്ടോ. ഇന്നത്തെ സഭയുടെ രോഗം മാറാത്തത് എന്താണ്? നമുക്കറിയാം, ഇന്നത്തെ വേർപെട്ട കൂട്ടം, ഈ പെന്തക്കോസ്ത് കൂട്ടം എന്നൊക്കെ പറയുന്ന ആളുകൾ, ഞാനും പെന്തക്കോസ്തിനാണല്ലോ, ഈ പെന്തക്കോസ്തിനകത്ത് നിൽക്കുന്ന ഈ ജനം പെന്തക്കോസ്തിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവജനം. അന്യഭാഷയിൽ ആരാധിക്കുകയും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഈ ജനം വിവിധ ഉപവാസ പ്രാർത്ഥനകൾക്കും വിവിധ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ അഭിഷക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ അന്യഭാഷയുള്ള ഈ സൗരമേൽ കൈവച്ച് കഴിയുമ്പോൾ അവർ ഭൂതമിളകുന്നു. എന്തുകൊണ്ടാണ്? ആത്മാഭിഷേകം പ്രാപിച്ച അന്യഭാഷയുള്ള ദൈവജനത്തിന്മേൽ ഭൂതം വരാൻ കാരണം എന്താണ്? നീ ദൈവത്തിന്റെ ദാസന്മാർക്ക് പിറുപിറുത്തവും ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി സംസാരിച്ചു. മിരിയാം മോശയ്ക്കെതിരെ സംസാരിച്ചതുപോലെ നീ ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി സംസാരിച്ചത് മുഖാന്തരം നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഭൂതമാണ്. യഥാർത്ഥത്തിന് അഭിഷേകമുള്ള നിന്റെ മേൽ ഭൂതം വരാൻ പാടില്ല. യഥാർത്ഥ അഭിഷേകത്തിൽ നീ ആരാധിക്കുവാണെങ്കിൽ, അന്യഭാഷയിൽ നീ ആരാധിക്കുന്നവരാണെങ്കിൽ നിന്റെ മേൽ ദുരാത്മാവ് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ നിന്റെ മേൽ ദുരാത്മാവ് ഇരിക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്തു പോയ പാപത്തെയാണ് നിന്റെ മേൽ ഈ ബന്ധനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരി, ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ അഭിഷക്തന്മാർ നിന്റെ മേൽ കൈവെക്കുമ്പോൾ നീ ഭൂതം വ്യാപിച്ച് നീ തുള്ളുന്നുണ്ടെങ്കിൽ, ഞാൻ എവിടെ നിന്ന് വന്നതാ, ഞാൻ എവിടേക്ക് പോകും, ഞാൻ എങ്ങനെ പോകണം, നീ ആരാ എന്നൊക്കെ ദൈവദാസന്മാർ ചോദിക്കുമ്പോൾ
ഞാൻ ഇവിടെ ഇട്ട് വന്നതാ, ഞാൻ ഇവിടുന്ന് പോകില്ല, ഞാൻ അവനെ കണ്ടു എന്നൊക്കെ നീ ദുരാത്മാവിൽ പറയുമ്പോൾ നിന്റെ മേലുള്ള അഭിഷേകം ഏതാ? നീ ആര് പറഞ്ഞ അന്യഭാഷ, ആര് നിനക്ക് തന്ന അന്യഭാഷ നീ പറയുന്നേ? യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് അഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ, അഭിഷേകമുള്ളവനാണെങ്കിൽ നിന്റെ മേൽ ഭൂതത്തിന് ഇരിക്കാൻ പറ്റില്ല. കാരണം പരിശുദ്ധാത്മാവാകുന്ന തീ നിന്റെ ആത്മാവിൽ കത്തുന്നിടത്തോളം കാലം ദുരാത്മാവിന്റെ ശക്തികൾക്ക് നിന്റെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നീ അല്ലെങ്കിൽ ഈ കൈവച്ച് പറഞ്ഞ ദേവദാസന്മാർ കൈവച്ച് നിലത്ത് വീണത്? അപ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ഏതാണ്? അത് വ്യാജമല്ലേ? അല്ലേലിയ ദൈവത്തിന്റെ ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നത് നമ്മൾ സംഖ്യാപുസ്തകം 21 വായിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ഭൂതം ബാധിക്കാൻ പാടില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂടാരത്തിൽ ഭൂതത്തിന് ഇരിക്കാൻ കഴിയില്ല. അഭിഷേകം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലേലിയ നീ ഭൂതം വിളകി അവിടെ തുള്ളി മറിയാൻ പാടില്ല. കാരണം ഭൂതത്തിന് നിന്റെ മേൽ ഇരിക്കാൻ പറ്റില്ല. കാരണം നിന്റെ മേൽ ഇരിക്കുന്നത്, നിന്റെ മേലുള്ളത് അഭിഷേകം, അഗ്നിയാണ്. അല്ലേലിയ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കി എന്തെല്ലാമാണ് സഭയ്ക്കകത്ത് കാട്ടിക്കൂട്ടുന്നില്ല. നിങ്ങൾക്കത് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല, എനിക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പം. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവര് അലറി വിളിച്ച് നിലവിളിച്ച് ഭൂതകളൊക്കെ ഇത് ഉരുണ്ട് പിടച്ച് വീണ് എന്തെല്ലാം കോപ്രായങ്ങളെ കാണിക്കുന്നത്. മറ്റേരിയ നിന്റെ മേൽ അഭിഷേകം ഉണ്ടെങ്കിൽ നിന്റെ മേൽ ഭൂതം ഇരിക്കത്തില്ല. നിന്റെ മേൽ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഭൂതമിരിക്കും. ഈ അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി നീ സംസാരിക്കുമ്പോൾ നിന്റെ അഭിഷേകം നഷ്ടപ്പെടുന്നതാണ്. നിന്റെ മോശമുള്ള ബന്ധങ്ങൾ പഠിച്ചു നോക്കുക. അല്ലേലിയ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ സഹോദര സഹോദരി, നിന്റെ മേൽ ദുരാത്മാവ് വസിക്കുന്നു. അത് മാറാതെ നീ ഏത് മീറ്റിംഗിൽ ചെന്നാലും നീ അലറി നിലവിളിച്ച് ഉരുണ്ട് വീണ് നീ അവിടെ പ്രശ്നം സൃഷ്ടിക്കുകയാണെങ്കിൽ, നീ ഏതെങ്കിലും ദൈവത്തിന്റെ ദാസന്മാരുടെ അഭിഷക്തന്മാർക്ക് വിരോധമായി നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അവരെ നേരിൽ കണ്ട് അവരുടെ ക്ഷമ ചോദിക്കണം. പ്രൈസലോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ നീ എന്നും ഇങ്ങനെ ദുരാത്മാവിനായിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കും. നീ ഏത് മീറ്റിംഗിൽ ചെന്നാലും നിന്റെ മേൽ ദുരാത്മാവായിരിക്കും. അല്ലേ? അപ്പം അഹരോൻ വന്ന് മോശയോട് പറയുന്നു. മോശ അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? യഹോവ പറയുകയാണ്, അല്ലേലൂയ യഹോവ മോശയോട് അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അതുപോലെ അവളെ 7 ദിവസം പാളയത്തിന് പുറത്ത് അടച്ചിടണം. 7 ദിവസം കഴിയുമ്പോൾ അവളെ ചേർത്ത് പിടിക്കാം. അല്ലേലൂയ എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി നീ സംസാരിച്ചാൽ മിരിയാമിനെ 7 ദിവസം പാളയത്തിന് പുറത്ത് അടച്ചിട്ടതുപോലെ നീ ദൈവത്തിനെ മാറിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ലേലിയ ദൈവത്തിനെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. 7-ാം ദിവസം നിനക്കൊരു വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. അല്ലേലിയ അങ്ങനെ ജനമെല്ലാം അവിടെ പാർത്ത് അവിടുന്ന് 7-ാം ദിവസം ജനം പിന്നെ അവിടെ യാത്ര ചെയ്യുന്ന പറയുന്നത്. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേലൂയ ഇവിടെ ദൈവം നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളൊന്നും നിങ്ങൾ തകർത്ത് കളയരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുക. അല്ലേലൂയ അപ്പൊ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന മോശയോടുള്ള ബന്ധത്തിൽ, മിരിയാമുള്ള ബന്ധത്തിൽ, അഹരോനുള്ള ബന്ധത്തിൽ, സാജനത്തുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ 53-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കും. പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നു, ഹല്ലേലൂയ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവവിനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദത്തമാണ്. പുറപ്പാട് പുസ്തകത്തിലുള്ള വാഗ്ദത്തം കൊണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ അവിടെ അനുദവിച്ച് അല്ലെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടി. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വരും. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തു കാൽവരി ക്രൂശിൽ പാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചതായി ചിലർ വിചാരിക്കുന്നു. പക്ഷെ ക്രിസ്തു ദീനക്കാരെ രോഗം സൗഖ്യമാക്കിയപ്പോൾ ഈ രോഗസൗഖ്യം എന്ന് നിറവേറി. കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം സംഭവിക്കുന്ന മുമ്പ് തന്നെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ താൻ ശുശ്രൂഷ ചെയ്തപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു, ഭൂതങ്ങൾ അലറിയോടി. ബിപിദാസ് കുഷ്ഠരോഗിക്ക് സൗഖ്യം, കുരുടന് കാഴ്ച, ചെകിടിന് കേൾവി, മുടന്തനെ നടത്തി, പക്ഷപാതക്കാരന് സൗഖ്യം കൊടുത്തു. അല്ലെ കുളക്കരയിൽ കിടന്ന മനുഷ്യന് സൗഖ്യം കൊടുത്തു. അല്ലേലൂയ 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു. കൂനിയായ സ്ത്രീയെ നിവർത്തി. ഇതെല്ലാം രോഗസൗഖ്യം കേട്ടോ. അപ്പം ഈ പ്രവാചകൻ പറഞ്ഞ രോഗസൗഖ്യം, അല്ലെങ്കിൽ അവന്റെ അടിപ്പിണരാൾ സൗഖ്യം വന്നുമിരിക്കുന്നു പറയുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ
നല്ല വരിക അത് നിറവേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന മത്തായി 8-ാം അതിന്റെ 17-ാമത്തെ വാക്യം, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന് ഇന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ തന്നെ. അപ്പം യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്ക്, ഈ പ്രവചനം അല്ലേരിയ മത്തായിയുടെ സുവിശേഷത്തിൽ നിറവേറിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അല്ലേരിയ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ് നിവർത്തിയാകുവാൻ ആകുവാൻ തന്നെ. എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടപ്പോൾ അക്കരയ്ക്ക് പോകുവാൻ അവരോട് കൽപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ സകല രോഗത്തിന് സൗഖ്യമുണ്ട്. അപ്പൊ നിന്റെ മേലുള്ള ശാപങ്ങൾ ആണ് നിന്നെ രോഗത്തിനടിമയാക്കി മാറ്റുന്നത്. ശാപമുള്ള ശരീരത്തിൽ നീ മോചനം പ്രാപിക്കുന്നത്. ശാപത്തിൽ നീ കിടക്കുന്നിടത്തോളം കാലം ആ ശാപം നിന്റെ മേൽ രോഗമായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടിയ, പറഞ്ഞു കൂട്ടിയ, പ്രവർത്തിച്ചു കൂട്ടിയ സകല ദോഷ വാക്കുകളും സകല പിറുവിറുപ്പുകളും നിന്റെ മേൽ ശാപമായി കിടക്കുകയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരി, ഇന്നും നീ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശരീരമാസകരം നീ രോഗിയാണെങ്കിൽ, രോഗത്താൽ നിറയപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, നീ വിശ്വാസത്തിൽ കടന്നു വന്നതിന് ശേഷമായി കൂട്ടം കൂടിയിരുന്ന് ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് വിരോധമായി മിരിയാം സംസാരിച്ചതുപോലെ, മോശയ്ക്ക് വിരോധമായി മിരിയാം സംസാരിച്ചതും നീ ഏതെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവി വചനം ഓർപ്പിക്കുമ്പോൾ നീ അവരെ നേരിട്ട് കണ്ട്, ലേരിയ നീ നേരിട്ട് കാണാൻ കഴിയില്ല. അവർ ദൂരത്താണെങ്കിൽ ഇന്നത്തെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് നിന്റെ കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് ആ ദൈവദാസന്റെ നമ്പർ നിന്റെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരോടും മേടിച്ചിട്ട് പറയണം, കർത്താവിന്റെ ദാസനോട്, ദൈവദാസനേ അന്ന് ഞാൻ അങ്ങേക്ക് വിരോധമായി സംസാരിച്ച് പിറുപിറുത്ത് അതിന്റെ അറിവില്ലായ്മയാണ്, ഞാൻ ചെയ്തു പോയ പോഷത്വമാണ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അത് ഞാൻ അങ്ങേക്ക് വിരോധമാണ്, പിറുപിറുത്തതിന്റെ ശാപമായി മഹാവ്യാപ്തിയായി ഞാൻ വളരെ ഭാരപ്പെടുന്നു. അവിടെ എന്നോട് ക്ഷമിക്കുവാൻ കഴിയണം. എന്റെ തെറ്റുകൾ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് നീ ആ ദൈവത്തിന്റെ അഭിഷത്തോട് പറയുമ്പോൾ ആ ദൈവദാസൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ മിരിയാമിന്റെ കുഷ്ഠം മാറിയതുപോലെ ആ ദൈവദാസൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുഷ്ഠം മാറും, മഹാവ്യാധി മാറും. അല്ലെ നീ എന്ന് ഈ വ്യാധി ചുമന്നുണ്ടല്ല കൊല്ലേരിയ സ്തോത്രം. അത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എപ്പോഴും ശുദ്ധീകരണത്തോടെ വാക്കുകൊണ്ട്, നോട്ടം കണ്ട്, കണ്ടുകൊണ്ട്, ചെവി കൊണ്ട്, പ്രവർത്തി കൊണ്ട്, നിന്റെ ജീവിതം കൊണ്ട്, ശരീരം മാസകരം വല്ലുവരിക ദൈവത്തിന് പ്രസാദമുള്ളതേ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് മോശയും ഇസ്രായേൽ നീ അവന്റെ വിധികളും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നടക്കുക മാത്രം അവനെ ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ ചെയ്താൽ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധികളിൽ ആ വ്യാധികൾ നിങ്ങൾക്ക് ഇനി വരികയില്ലെന്ന് പറയാൻ കാരണം നമ്മൾ ദൈവവചനം അനുസരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ദൈവത്തിന്റെ അഭിഷക്തന്മാരെ കുറ്റം വിധിക്കുന്നതിനും കളിയാക്കുന്നതിനും പരിഹസിക്കുന്നതിനും യാതൊരു ഭയവുമില്ല. അല്ലേടിയ ദൈവമക്കളിന് ഭയങ്കര മുമ്പില്ല. പക്ഷേ അതെല്ലാം നിനക്ക് ശാപമായി മാറുകയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിനക്കന് ശാശ്വതമായി പരിഹാരം നൽകുവാൻ യേശുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ കഴിഞ്ഞകാല ജീവിത തെറ്റുകുറ്റങ്ങളെ നീ ഏറ്റുപറയണം. ഇവിടെ വ്യാധി വന്നതിന് ശേഷം സൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ ആ ഭേദം അല്ലെങ്കിൽ വ്യാധി വരാതെ ആരോഗ്യമായ ജീവിതം നയിക്കുന്നതാണ് നല്ലത്. നിനക്ക് വ്യാധി വന്ന്, ഹല്ലേലൂയ, വ്യാധി വന്നിട്ട് പിന്നെ നീ പോയി സൗഖ്യം പ്രാപിക്കുന്നതിനേക്കാൾ നല്ലത് വ്യാധി വരാതെ ആരോഗ്യകരമായ ജീവിതം നയിക്കണം. വ്യാധി വരാതെ ആരോഗ്യപരമായ ജീവിതം നയിക്കണമെങ്കിൽ നീ ആർക്കുവരെ പിറുപിറുക്കാനും അവരെ കുറിച്ച് വ്യാജം പറയാനും അവർക്കൊരു കൂട്ടം കൂടാനും സംഘം ചേരാനും നീ നിൽക്കരുത്. നിന്നെ വിളിച്ച ദൈവത്തിന്റെ സന്നിൽ വിശ്വസ്തയോടെ നിൽക്കണം. നിന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ ഏതെങ്കിലും മഹാവ്യാധിയാൽ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ പാപമുണ്ട് എന്നുള്ള അർത്ഥം. അതിനർത്ഥം അല്ലേ, നിന്റെ ജീവിതത്തിൽ പാപം ഉള്ളത് കൊണ്ടാണ് നീ വ്യാധിയാൽ കടന്നു പോകുന്നത്. പാപം നിന്റെ ശാപത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ നീ ചെയ്തു പോയ പ്രവർത്തികൾ, നിന്റെ ഓർമ്മയിലുള്ള പാപങ്ങൾ, നിന്റെ രഹസ്യ പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, സ്വമേധമായ പാപങ്ങൾ, എവിടെയാണ് ആർക്കെതിരെയാണ് നീ സംസാരിച്ചത്, പ്രവർത്തിച്ചതെങ്കിൽ ഇന്ന് പകൽ നീ ഏറ്റു പറയണം കേട്ടോ.
രക്തം ചെയ്യാം. അങ്ങനെ പറഞ്ഞാൽ ദൈവം നിന്നെ സൗഖ്യമാക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ തൊട്ടവരും യേശു തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ആ സൗഖ്യം കർത്താവ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അവന് മുഖപക്ഷമുള്ള ദൈവമല്ല. ഹല്ലേലൂയ. സകല ജാതി മതസ്ഥരെയും, ഹല്ലേലൂയ, നാനാ ജാതികളെയും, ഏത് രാജ്യത്തുള്ളവരും ഏത് ഭാഷക്കാരെയും ഏത് ഗോത്രക്കാരെയും ദൈവം സ്നേഹിക്കുന്നു. അവർക്കെല്ലാം ദൈവം സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിന്റെ തെറ്റുകൾ നീ ഏറ്റു പറയണം. ഈ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് കഴിഞ്ഞ് ആ സഭയിൽ വന്ന് അഭിഷേകം ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തുമാകും എന്നുള്ള ചിന്തയുണ്ട്. ആരെയും വേണ്ടി കുറ്റം പറയാം, ആരെയും വേണ്ടി തെറി പറയാം, ആരെയും വേണ്ടി നിന്ദിക്കുക, ആരെയും വേണ്ടി പരിഹസിക്കാം, ആർക്കും എതിരെ വേണ്ടും വ്യാജാരോപണം നടത്തുക എന്നൊക്കെയുള്ള ചിന്ത എങ്ങനെയൊക്കെയോ ഈ ദൈവത്തിന്റെ ദാസ്യദാസന്മാരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതൊരു പിശാച് പറഞ്ഞു കൊടുത്തൊരു തന്ത്രം. ആ തന്ത്രത്തിനകത്ത് നീ കുടുങ്ങിക്കിടക്കുക. അതാണ് നിന്നെ ശാപം വിട്ടുമാറാതെ കിടക്കുന്നത്. അതാണ് നിന്റെ മേൽ രോഗം മാറാതെ കിടക്കുന്നത്. അതുകൊണ്ടാണ് നീ ഏത് മീറ്റിങ്ങിന് വന്നാലും അഭിഷേകമാണ്, നീ ഭൂതം കയറി തുള്ളിച്ചാടുന്നത്. നിന്റെ മേൽ ശാപം കിടക്കുന്നുണ്ട്. അത് നീ തന്നെ വരുത്തി വെച്ചതാ. അല്ലേ? അതുകൊണ്ട് മോശം മിരിയാമിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന്റെ ദാസന്മാർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇതൊക്കെ ദൈവത്തിന്റെ വചനമാണ്. നിങ്ങൾ നീ എവിടെ വചനം വായിച്ചും പഠിച്ചും നിങ്ങൾ വേറെ ചോദിച്ചു നോക്കി ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് കേട്ടോ. ചിലർക്കൊക്കെ ഇത് പറയുമ്പോൾ അങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങ് ഭയങ്കര പ്രയാസമാകും. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് ധ്യാനപ്പെട്ട് അഭിഷേകത്തിൽ നിറഞ്ഞ അന്യഭാഷ ആരാധിക്കുന്ന സഭയുടെ ശുശ്രൂഷ ഞാൻ ശുശ്രൂഷിക്കുന്നവളാണ്, ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ പ്രസംഗിക്കുന്നവളാണ്, എനിക്ക് കൃപാപരമുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, സ്വപ്നമുണ്ട്, എനിക്ക് രോഗശാന്തിയുണ്ട്, ബോധശാന്തി, വീര്യപ്രവൃത്തിയുണ്ട്, പിന്നെ എൻ്റെ മേൽ ശാപം വരുമോ എന്നൊക്കെ ചിന്തിച്ച് ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഞാനിതൊക്കെ എല്ലാത്തിലും ക്ലീൻ ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നീയും ഹല്ലേലൂയ ശാപത്തിനടിമയാണോ എന്നത് തിരിച്ചറിയണം. ശരി, ശരീരത്തെ വിട്ടുമാറാത്ത വ്യാധി നിന്റെ മേലുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ തെറ്റ് ഉണ്ടെന്നുള്ളതാണ്, അല്ലേ കുറവുണ്ടെന്നുള്ളതാണ്. ആർക്കെങ്കിലും എതിരെ നീ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഏറ്റുമാറാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ കഴിയണം. അതുകൊണ്ട് ആ നിലയിൽ ജീവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അതിനൊറ്റ കാര്യം, വ്യാധി വരാതെ തടയുന്നതിന് തടയുവാൻ കഴിയണം. വ്യാധി വരാതെ തടയുവാൻ കഴിയണം. ഹല്ലേലൂയ. എങ്ങനെ തടയണം? നീ സംസാരിക്കുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതുമായിരിക്കണം. കൊലോസ്യ ലേഖനം 4:6 വായിക്കും. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തിയതും. നീ ആർക്ക് നേരെ സംസാരിച്ചാൽ നീ ആർക്ക് നേരെ വാ വിളിച്ചാൽ അതര തുറന്നാലും നിന്റെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ കയ്പുള്ള വാക്കുകൾ സംസാരിച്ച, കയ്പേറിയ വാക്കുകൾ സംസാരിച്ച മിര്യാമിന് മഹാവ്യാധി എന്ന കുഷ്ഠരോഗിണിയായി മാറി. ഹല്ലേലൂയ. അവളുടെ വാക്ക് കയ്പേറിയതായിരുന്നു. എന്താ? മോശ തന്റെ ഭാര്യ സിപ്പോറ മരിച്ചതിന് ശേഷമായിട്ട് ഈ കൂശ്യശ്രീ എന്നൊക്കെ പറഞ്ഞാൽ കാണാൻ അഴകും സൗന്ദര്യവും ഉള്ളതല്ല, കറുത്ത നന്നായിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ മോശ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ മിരിയാമിനെ പോലെയുള്ള സുന്ദരിമാരായിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ കൂശ്യ സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല. നോക്കിക്കഴിഞ്ഞപ്പോ എന്താ, ഞങ്ങളും അവളുമായിട്ട് ചേരത്തില്ല, ഞങ്ങളുടെ സഹോദരനായിരിക്കുന്ന മോശ എന്തിനാണ് ഇവളെ കെട്ടിയിരിക്കുന്നത്, ഇവളെ ഞങ്ങളോടൊപ്പം നിൽക്കാൻ കൊള്ളത്തിൽ, ഞങ്ങളോടൊപ്പം നിർത്താനുള്ള കറുത്തതാണ്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് മോശയ്ക്കെതിരെ ഒറ്റ പൊറുവെറുപ്പ്. ഇതാ അവരുടെ പാപം കേട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നിന്റെ ഭവനത്തിലേക്ക് വരുന്ന മക്കൾ ഒരുപക്ഷെ കറുത്തതായിരിക്കും, വെളുത്തതായിരിക്കാം. അവരെ നോക്കി നീ പെറുവർക്കരുത് കേട്ടോ. ഹല്ലേലൂയ. കറുപ്പും വെളുപ്പും ഒക്കെ ദൈവം മാത്രമാണത്. അതിനെ നമുക്കൊക്കെ സന്തോഷത്തോടെ കാണുവാനും കേൾക്കുവാനും സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ വേർതിരിവ് പാടില്ല. ഇവിടെ കൂശ്യശ്രീ മുഖാന്തരം ഹല്ലേലൂയ അവൾ മുഖാന്തരം മിരിയാമിന്റെ പെറുവിറപ്പ് എന്താ സംഭവിച്ചത്? മിരിയാം കുഷ്ഠരോഗിയായി മാറി. ഹല്ലേലൂയ. അവളൊരു പ്രവാചകൻ എഴുതി വെച്ച മിരിയാം ഒരു പ്രവാചികയായിരുന്നു. ഇസ്രായേൽ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ തപ്പെടുത്ത് ദൈവത്തെ പാടിച്ച് നൃത്തം ചെയ്തവളാ. എന്നിട്ടും അവൾക്ക്
ഈ കുഷ്ഠരോഗിയായില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട പുതിയ സമയം നീ പ്രവാചകനാണെങ്കിലും പ്രവാചകനാണെങ്കിലും നീ മിരിയാം മോശി വിരോധമായി സംസാരിച്ചപ്പോൾ അവൾ കുഷ്ഠരോഗിയായി പോലെ ഇവിടെ അത് തന്നെയാണ്. നീ എത്ര വലിയ ഉന്നത ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരുന്നാലും അഭിഷക്തന്മാർക്ക് വിരോധമായി സംസാരിച്ചാൽ നിന്റെ ശാപം തന്നെ വരും. അതുകൊണ്ടാണ് സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ദാവീദ് പറയും, എന്റെ അഭിഷക്തമേ കൈ തുടരുത്, എന്റെ അഭിഷക്തമേ തുടരുത്, അഭിഷേകം തുടരുത്. അപ്പൊ ദൈവത്തിന്റെ അഭിഷക്തന്മാർ തുടർന്ന് നിങ്ങൾക്ക് അവകാശമില്ല കേട്ടോ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ദൈവസേനയ്ക്ക് വരണം. അപ്പൊ അവന്റെ അടിപ്പിണരാളുടെ സൗഖ്യം മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് യേശുക്രിസ്തുവിനുള്ള ശുശ്രൂഷകളൊക്കെ നിറവേറുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ കാണുന്നത് സ്തോത്രം, രോഗികളെ സൗഖ്യമാക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒരു പ്രധാന ശുശ്രൂഷയായിട്ടാണ് മത്തായിയുടെ സുവിശേഷം വിവരിക്കുന്നത്. ഭൗതികമായ ഹല്ലേലൂയ ബലഹീനതകളെ എടുത്തു മാറ്റുകയും വേദനകളെ അഥവാ രോഗങ്ങളെ ചുമന്നു നീക്കുകയും ചെയ്തുവെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:4 ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ 1 പത്രോസ് ലേഖനം 2:24 നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിനെ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് പറയുന്നതിൽ രോഗസൗഖ്യം ഉൾക്കൊള്ളുന്നു എന്ന് അത് പഠിപ്പിക്കുന്നുണ്ട്. അത് പലരും ചിന്തിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ രോഗത്തിനും കൂടി മരിച്ചെങ്കിൽ നാം പാപപരിഹാരത്തിന് വേണ്ടി കർത്താവിനെ ആശ്രയിക്കുന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാത്തതുപോലെ ഹല്ലേലൂയ രോഗത്തിന്റെ പരിഹാരത്തിന് എന്തെങ്കിലും കൂടുതൽ ചെയ്താൽ അത് അതിൽ തന്നെ ഭാവമായി തീരും. എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിൽ മരിച്ചു, ആ മരണത്തിലൂടെയാണ് നമുക്ക് രോഗസൗഖ്യം കിട്ടുന്നതെന്നാണ് പലരും പഠിപ്പിക്കുന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ രോഗികളെ സൗഖ്യമാക്കി, രോഗികളെ ബലഹീന സൗഖ്യമാക്കി. അപ്പോൾ തന്നെ യെശയ്യാ പ്രവാചകൻ പറയുന്ന പ്രവചനം നിറവേറി. അപ്പൊ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ആ രോഗസൗഖ്യം ലഭ്യമാകും എന്നിവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപമുള്ള ശരീരം ശാപത്തിനടിപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് രോഗത്തിനാണ് അടിമയായിരിക്കുന്നത്, ഏത് പ്രതിസന്ധിയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അതിന്റെ നടുവിൽ ദൈവം നിനക്കൊരു വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നതാണ്, ഒരു സൗഖ്യം തരാൻ ആഗ്രഹിക്കുന്നു. ആ സൗഖ്യം നീ ആഗ്രഹിക്കുന്നെങ്കിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ മുഴുവൻ ഏറ്റുപറയണം. ഹല്ലേലൂയ. ഇന്ന് ഏത് സഭയിൽ ചെന്നാലും ആരുടെ വീടുകളിൽ ചെന്നാലും അവർക്കെല്ലാം സൗഖ്യമാണ് ആവശ്യം. ഹല്ലേലൂയ. എന്നാൽ അവരുടെ പാപങ്ങളെ കുറിച്ച് പറയുമ്പോൾ, തെറ്റുകളെ കുറിച്ച് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ മടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ബലഹീനതകൾ നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യാധി പിടിച്ചത്, എന്തുകൊണ്ടാണ് ഈ വ്യാധി എന്നെ മാറാത്തത്, ഈ രോഗത്തിന് ഞാൻ എന്തുകൊണ്ട് അടിമപ്പെട്ടു, ഈ രോഗം എന്തുകൊണ്ട് എൻ്റെ മേൽ വന്നു എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ സ്വയം ചിന്തിക്കുമ്പോഴാണ് ഹല്ലേലൂയ നീ ചെയ്തു പോയ പാപങ്ങളെ പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നീ ഏറ്റുപറയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ പോയ ശേഷം ഞാൻ കാര്യസ്ഥനെ അയക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ പരിശുദ്ധാത്മാവ് വന്നിട്ട് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. നിന്റെ പാപത്തെ ഓർമ്മിപ്പിച്ച് ഉണർത്തുമ്പോൾ ആ പാപത്തെ നീ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് നടിക്കാതെ അത് ഏറ്റുപറയണം. ഹല്ലേലൂയ. ചില ആളുകൾ എന്ന് വെച്ചാൽ ഈ എല്ലാ അഭിഷിക്തന്മാർക്കും വിരോധമായി സംസാരിക്കും. ഈ സഹോദരന്മാരെങ്കിൽ എല്ലാ അഭിഷിക്തന്മാർക്കും വിരോധമായി മിരിയാം സംസാരിച്ചതുപോലെ സംസാരിക്കും. എന്നിട്ട് അവർ വലിയ പൊസിഷൻ നിൽക്കുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ അവരെ പാപം ഏറ്റുപറയായിരിക്കും. അയ്യോ, ഞാൻ നിൽക്കുന്ന പൊസിഷന് ഞാൻ പ്രവാചികയാണ്, ഞാൻ അപ്പോസ്തലനാണ്, എനിക്ക് രോഗശാന്തിയുണ്ട്, അവൾ എന്നെക്കാട്ടി കുറഞ്ഞതാണ്, അവൾ എന്നെക്കാട്ടി താഴ്ന്നതാണ്, അവൾ ഈ വിശ്വാസം, ഞാനെങ്ങനെ അവളോട് പാപം ഏറ്റുപറയുന്നത്. അത് നീ എന്ത് വലിയ പൊസിഷനിൽ നിന്നാലും, എന്ത് വലിയ പൊസിഷനിലാണ് നീ ഇരിക്കുന്നതെങ്കിലും മിരിയാം കുഷ്ഠരോഗി ആയതുപോലെ നീ കുഷ്ഠരോഗിയാകാതിരിക്കണമെങ്കിൽ നീ നിരപ്പ് പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നിരപ്പ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു മഹത്തായ ശുശ്രൂഷയാണ്. ആരോടെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് അപേക്ഷിക്കണം.
ഞാനൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് പാപം ചെയ്തിട്ടുള്ളതാണ്. രക്ഷിക്കപ്പെടുന്ന മുമ്പ് ഒരുപാട് പാപം, ഒരു 25 വർഷം കുട്ടിയെ പാപം ചെയ്തിട്ടുള്ള ആളാണ്. കഠിനമായ പാപങ്ങൾ ചെയ്ത് ദേശത്തിനും സമൂഹത്തിനും വീടിനും വീട്ടുകാർക്കും സ്വന്തക്കാർക്കും അയൽവാസികൾക്കും നിയമത്തിനും എല്ലാം വിരോധമായി ഞാൻ തലവേദനക്കാരനായിരുന്നു. ശരിയാ, എൻ്റെ നാട്ടിൽ എൻ്റെ പറയും അങ്ങനെ പാപം ചെയ്ത് അവസാനം ഞാൻ എൻ്റെ നാട് വിട്ട് ഓടേണ്ടി വന്നതിന് ശേഷമായി ഞാൻ വിശ്വാസത്തിലൊക്കെ വന്ന് പിന്നെ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാം അവിടെ കൂടി അവരുടെ കൺവെൻഷനൊക്കെ നടത്തി. അല്ലേരിയ, ആ കൺവെൻഷനകത്തൊക്കെ ഞാൻ അല്ലേരിയ എനിക്ക് അവരവസരം വന്നപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ദേശത്തുള്ള ജനത്തോട് ക്ഷമയാണ് ചോദിച്ചത് കേട്ടോ. ഞാൻ പറയാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, ഞാനങ്ങനെ ഇവരോട് ക്ഷമ ചോദിക്കും. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ഞാൻ എൻ്റെ കൂടെ നടന്നവരല്ലേ, ഇവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ കഴിയൂ? ഞാൻ നിൽക്കുന്ന പൊസിഷൻ എന്താ, എൻ്റെ സ്ഥാനം എന്താ, ഞാൻ പാസ്റ്ററല്ലേ എന്നൊന്നും അല്ല ഞാൻ ചിന്തിച്ചത് കേട്ടോ. ഞാൻ ആദ്യം എൻ്റെ ദേശക്കാരോട് പറഞ്ഞു, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളെല്ലാം എൻ്റെ സുഹൃത്തുക്കളും സ്നേഹിതരും എന്നോടൊപ്പം നടന്നും കൂട്ടാളികളും ഞാനും നിങ്ങൾ ഒന്നിച്ച് കളിച്ച് ജീവിച്ച സ്ഥാനമായത്. എൻ്റെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് കൊടുക്കൽ വാങ്ങും നിരൂപണത്തിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞാൻ നിങ്ങൾക്കെതിരെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് നിങ്ങളെല്ലാവരും മാപ്പ് ചോദിക്കുന്നുവെന്ന് ഞാൻ ലജ്ജ കൂടാതെ പറഞ്ഞു. നിങ്ങൾ ചോദിച്ച എൻ്റെ നാട്ടുകാർ പറയും കേട്ടോ, ഒരു കൺവെൻഷനകത്താ, പൊതു സ്ഥലത്താണ്. അപ്പൊ എനിക്ക് മാപ്പ് ചോദിക്കുന്നതിനകത്ത് ഒരു ഭയം ഉണ്ടായില്ല, ഒരു ലജ്ജയും തോന്നില്ല. കാരണം വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിനകത്തെ ഞാൻ സംസാരിച്ചു പോയതിൻ്റെ ആ ശാപമാണ് എൻ്റെ ജീവിതത്തിൽ പാപമായി, അതാണ് രോഗമായി വ്യാപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി ഞാൻ ഏറ്റു പറഞ്ഞു. ക്ഷമ ചോദിച്ചെന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ കേട്ടോ. എൻ്റെ യുവതികൾക്കന്മാരുണ്ട്, ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റു പറയണം. പ്രത്യേകിച്ച് അഭിഷക്തന്മാർക്ക് വിരോധമായി നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഏറ്റു പറയണം. പ്രേരിച്ചത് അല്ലെങ്കിൽ ഈ മിരിയാം കുഷ്ഠരോഗിനിയായി മാറിയതുപോലെ നീ ഏതെങ്കിലും രോഗത്തിന് നീ അധികമായ ജീവിതം മുഴുവൻ നീ നീങ്ങേണ്ടി വരും, ഒരു സൗഖ്യമില്ലാതെ. അല്ലേറിയ, പാപം ഏറ്റു പറഞ്ഞാൽ കർത്താവ് നിനക്ക് സൗഖ്യം തരും. നീ ചെയ്തു പോയ തെറ്റുകളെ നീ ഏറ്റുപറഞ്ഞ കർത്താവ് നിനക്ക് സൗഖ്യം തരും, രക്തം ചെയ്യാം. അല്ലേരിയ. അതുകൊണ്ട് ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ മടങ്ങി വരാൻ തയ്യാറാകണം. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത് അല്ലേരിയ സ്തോത്രം. ഞാൻ സംഖ്യാപുസ്തകം 12-ാം അധ്യായം വായിച്ചു നോക്കിയാൽ ഏത് ദൈവദാസനെ മിരിയാം കുറ്റം പറഞ്ഞുവോ ആ ദൈവദാസൻ വന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം മാത്രമേ ആ രോഗം അവളെ വിട്ടു മാറുകയുള്ളൂ എന്ന് നാം അറിയുന്നു. 12-ാം അധ്യായം ഏത് ദൈവദാസന് നേരെ മിരിയാം കുറ്റം പറഞ്ഞോ അതേ ദൈവദാസൻ തന്നെ തിരിച്ചു വന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അവളുടെ വ്യാധി മാറുള്ളൂ. കണ്ടോ, വേദവസ്ഥ വായിച്ചത് കാണാൻ കഴിയും കേട്ടോ. അല്ലേലിയ, സ്തോത്രം. അല്ലേലിയ, കാണാൻ. അല്ലേലിയ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരെ മാനിച്ച് മഹത്വപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ദൈവം കാത്തു സൂക്ഷിക്കും. അല്ല, നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരെ അപമാനിച്ച് അപകീർത്തിപ്പെടുത്തി പറഞ്ഞു വിടുകയാണെങ്കിൽ ഈ മിരിയാമിനെ പോലെ നിങ്ങൾ കുഷ്ഠരോഗിയായി മാറും. അല്ലേലൂയ, രക്തജയം. ആരെങ്കിലും ഈ വചനം കേട്ടിട്ട് മാനസാന്തരപ്പെടാൻ തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം കേട്ടോ. അല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അല്ലേലൂയ. നിങ്ങൾക്കെതിരെ വിരുദ്ധമായി സംസാരിപ്പാൻ, ഒരു അഭിഷേകത്തിന് വിരോധമായി സംസാരിപ്പാൻ നിനക്ക് എന്ത് കാര്യം, നിനക്കെന്ത് അവകാശം? അല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം വായിക്കുന്നത് അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ തിരുവത്താഴ ശുശ്രൂഷയൊക്കെ നടക്കുമ്പോൾ അല്ലേലൂയ പലരും ജീവിതത്തിൽ അശുദ്ധിയോടെയാണ് ഈ തിരുവത്താഴ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. പലരും ശുദ്ധീകരണമില്ലാതെ, പലരും ജീവിതത്തെ ക്രമീകരണമില്ലാതെ, നിരപ്പ് പ്രാപിക്കാതെ ഈ കർത്തൃമേശയിലൊക്കെ പങ്കാളിയെ തീരും. അല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്വതം അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കഴിഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് ഏതുവായി നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്ന അനേകരും നിദ്ര കൊള്ളുന്നു എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അല്ലേറിയ. അപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണമടക്കം ഉയർത്താൻ അല്ലേറിയ ആ കർത്താവിന്റെ വരവിനെ ഓർപ്പിക്കുന്ന തിരുവത്താഴ ശുശ്രൂഷ കർത്തൃമേശയിലൊക്കെ പറയല്ലോ. അത് സഭയ്ക്കകത്ത് നമ്മൾ ചെയ്യുമ്പോൾ അല്ലേറിയ അയോഗ്യമായ നിന്റെ ജീവിതത്തിനകത്ത് പാപം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ഏറ്റുപറയേണ്ട പാപം ഉണ്ടെങ്കിൽ ഏറ്റുപറയണം.
അത് ദൈവ മക്കളോടായിരുന്നാലും വീട്ടിലുള്ള മാതാപിതാക്കളും സഹോദരൻ ഭർത്താവിനോടായാലും ഭാര്യയോടായാലും സഹവിശ്വാസികളായിരുന്നാലും നിന്റെ സഭയിലെ പാർശ്വമായാലും നിന്റെ ജീവിതത്തിൽ അയോഗ്യമായി ഹല്ലേലൂയ ആമേൻ വല്ലതും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അത് നീ ഏറ്റു പറഞ്ഞിട്ട് വേണം. അയോഗ്യമായി എന്തെങ്കിലും അത് ഏറ്റു പറഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ ഈ അപ്പത്തിന് തിന്നുകയും കുടിക്കാൻ ചെയ്യുവാൻ. അല്ലെങ്കിൽ അയോഗ്യമായി അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്താൽ കുടിക്കുകയും ചെയ്താൽ ചെയ്താൽ കർത്താവിന്റെ ശരീരത്തിന്റെ രക്തസംബന്ധി കുറ്റക്കാരനാണ്. പിന്നെ ദൈവദാസന്മാരെ ദിവസമേ കുറ്റം പറയാൻ കാര്യമില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്യണം. നീ നിന്നെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ശരീരത്തിന്റെ ക്രൂശ മരണത്തെ വിവേചിക്കണം. എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ അതൊക്കെ കൂടാതെ അയോഗ്യമായിട്ട് ഇത് ചെയ്യുന്നെങ്കിൽ ബലഹീനരും രോഗികളും മരണം വരെ നിന്റെ ജീവിതത്തിൽ വരാവുന്നു. പ്രൈസലോ. അപ്പൊ നമ്മൾ വളരെ ശുദ്ധീകരണത്തോടെ അത് വേണം ചെയ്യാൻ. അപ്പം പുറപ്പാട് പുസ്തകത്തെ വായിക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ നമ്മൾ വചനം വായിച്ച യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വന്ന അടിപ്പെട്ട സൗഖ്യം മത്തായി സുവിശേഷം 2:8-17 വന്നപ്പം യേശുക്രിസ്തുവിന്റെ ഈ രോഗസൗഖ്യം നിറവേറുന്നു. പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവന്റെ അടിപ്പെട്ട സൗഖ്യം വന്നിരിക്കുന്നതൊക്കെ വചനം ഉണ്ടായിട്ട് ഇന്ന് നീ മഹാവ്യാധിയിലാണോ കടന്നു പോകുന്നത്? യേശു സൗഖ്യം തന്നിട്ട് നിനക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നിന്നെ തന്നെ ശോധന ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ. അതും തിരുവത്താഴ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ഭയഭക്തിയോടും ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ വേണം പങ്കെടുക്കാൻ. കർത്താവിന്റെ മേശ നിങ്ങൾ നിസ്സാരമാക്കി കളയരുത്. ഹല്ലേലൂയ. നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അയോഗ്യമായി പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാധികൾ വന്നു ചേരും. ഹല്ലേലൂയ. ആ വ്യാധികൾ നിന്നെ മരണത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറയട്ടെ, നീ ഒരു ദൈവഭക്തനാണെങ്കിൽ, നീ ഒരു ദൈവഭക്തയാണെങ്കിൽ നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറയണം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. അതെ, നാം നമ്മെ തന്നെ വിധിക്കണം. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ നാം തന്നെ മനസ്സിലാക്കി ഏറ്റു പറഞ്ഞ് മടങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വ്യാധി വരുന്നതിനുള്ള മറ്റൊരു മുഖ്യ കാരണം സാത്താന്റെ പ്രവൃത്തിയാകുന്നു. 18 സംവത്സരമായ ഒരു സ്ത്രീയെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചിട്ട് നുകരുവാൻ കഴിയാതെ കൂനിയായി വെച്ചിരുന്നതെന്ന് നമ്മൾ ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10-13 വാക്യം താഴോട്ട് വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ കർത്താവ് അശുദ്ധാത്മാവിനെ വിരട്ടിയപ്പോൾ എന്ത് ചെയ്തു? ശാസിച്ചു നിവർന്നു നിന്നു. ആകയാൽ ഒരിക്കലും പിശാചിന് സ്ഥാനം നിന്റെ ഹൃദയത്തിൽ കൊടുക്കരുത്. സ്ഥാനം കൊടുക്കരുത്. അതുകൊണ്ട് അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. 103-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുക. ഹല്ലേലൂയ. അത് ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് വന്നതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ചതാണ് നല്ലൊരു സ്തോത്രം. പുറപ്പാട് പുസ്തകമാണെങ്കിലും ഞാൻ നിന്റെ സൗഖ്യമാക്കുന്ന യഹോവ. അവിടെ ഇങ്ങനെ ഇരിക്കും, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ള ചെയ്യും. അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികൾ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അരുളി ചെയ്തു. അത് ഈ വാഗ്ദത്തം നിനക്കുള്ളതാകട്ടോ. അത് ഇന്ന് പകൽ ഏതെങ്കിലും പാപത്തിന് അധിവസിക്കുന്നുണ്ടെങ്കിൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധരണങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നോടൊപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കർത്താവേ, മിരിയാം മോശയ്ക്ക് വിരോധമായി സംസാരിച്ച കുഷ്ഠരോഗിയായി മാറി. എന്നാൽ അക്കരവും പറഞ്ഞതനുസരിച്ച് മോശ യഹോവയോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ 7 ദിവസം ശുദ്ധീകരണത്തിൽ ഇവിടെ പുറത്തടച്ചിട്ട് 7-ാം ദിവസം അവളെ ചേർത്ത് കൊണ്ടതുപോലെ എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമേ. ഞാൻ എൻ്റെ തെറ്റുകളെ ഏറ്റുപറയെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്താണ് ഞങ്ങളുടെ കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടി ജനം തലമുറകൾക്കാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. മനുഷ്യന്റെ ജീവിതം പാപത്തം പറയപ്പെട്ട പാപമോ ശാപമോ മാത്രം അശുദ്ധാത്മാക്കൾ, ദുരാത്മാക്കൾ ശരീരത്ത് കുടിയുന്ന മഹാവ്യാധിയാൽ കർത്താവ് ജനം ഭാരപ്പെടുമ്പോൾ ഇതിന്റെ പകൽ ഒരു സൗഖ്യം കൊടുക്കണമേ. മോശയ്ക്ക് വിരോധമായി പ്രവർത്തനം മിരിയാം കുഷ്ഠരോഗിയായി മാറിയതുപോലെ 50 ആളുകൾ ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി സംസാരിച്ച് മഹാവ്യാധിയാൽ സഭയ്ക്കകത്തും കുടുംബങ്ങളുമായി കടന്നു പോകുന്നു. കർത്താവ് ഇന്ന് പകൽ ഒരു മടങ്ങി വന്ന് മാനസാന്തരം
സൗഖ്യം കൊടുക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ജനത്തിന് പാപബോധം കൊടുക്കണം. വ്യത്യക്തികൾ തിരിത് മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ അംശത്തമാർക്ക് അംശത്തിൽ വിരോധമായി സംസാരിപ്പം പ്രമാണമില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളെ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ തിരുത്തി മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ഈ ജനത്തിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല ജനത്തെ ഏൽപ്പിക്കുന്നു. ദൈവമക്കൾക്കായി ദൈവജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഒരു ശുദ്ധീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വിടിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.